പാപവിനാശനൻ പാർവതി വല്ലഭൻ വാഴും ഇടം താപസപൂജിത പാപവിനാശനൻ പാർവതി വല്ലഭൻ വാഴും ഇടം ഭൂലോക കൈലാസ ഭൂമിയാം നമ്മുടെ അന്തിനാടിന്നൊരു പുണ്യദേശം ശങ്കരൻ വാഴുന്ന ദിവ്യഗേഹം താപസപൂജിത പാപവിനാശനൻ പാർവതി വല്ലഭൻ വാഴും ഇടം നൊന്തു വിളിക്കുകിൽ നോവുന്ന മനമതിൽ സാന്ത്വനമേകുന്ന ഭക്തപ്രിയൻ നൊന്തു വിളിക്കുകിൽ നോവുന്ന മനമതിൽ സാന്ത്വനമേകുന്ന ഭക്തപ്രിയൻ ചിന്തളിർ പാദങ്ങൾ സന്തതം കൂക്കുന്നു പാർവതീശ വന്നിച്ചു നിൽക്കുന്ന ഭക്തവൃന്ദങ്ങൾ തൻ ചിന്തയിൽ വിളങ്ങുന്നു ദേവദേവാ അന്തിനാടമരുന്ന നീലകണ്ഠ ചുടുകനൽ ചൂടുന്ന ചുടലയിലെ ഭസ്മമധുമോദമൊടു ചാർത്തുന്ന ബാലദേശം മണിനാഗരുദ്രാക്ഷ ബിൽവദളമാലകൾ അഴകിനൊടു ചാർത്തുന്ന കണ്ഠദേശം താപസപൂജിത പാപവിനാശനൻ പാർവതി വല്ലഭൻ വാഴും ഇടം ആയിരം സൂര്യപ്രകാശത്തിനപ്പുറം ശോഭയേറുന്നൊരു ദേവബിംബം ആയിരം സൂര്യപ്രകാശത്തിനപ്പുറം ശോഭയേറുന്നൊരു ദേവബിംബം ശൈലജയോടൊത്തു ശൃംഗാരരൂപനായി കല്യാണമേകുന്ന ദേവഭാവം ശാന്തസ്വരൂപനായി ശാന്തിയെ നൽകുന്ന തമ്പുരാൻ വാഴുന്ന പുണ്യഗേഹം അന്തിനാടാകുന്ന ഭക്തലോകം ചുടുകനൽ ചൂടുന്ന ചുടലയിലെ ഭസ്മമധുമോദമൊടു ചാർത്തുന്ന ബാലദേശം മണിനാഗരുദ്രാക്ഷ ബിൽവദളമാലകൾ അഴകിനൊടു ചാർത്തുന്ന കണ്ഠദേശം ഇന്ന് ഒന്നാം ഓണം ഉത്രാടത്തിന് ക്ഷേത്രത്തിൽ
നിറപുത്തരി ചടങ്ങുകൾ നടക്കുകയാണ്. കാർഷിക സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായിട്ട് ആദ്യമായിട്ട് കൊയ്തെടുത്ത കതിർക്കറ്റുകൾ ഭഗവാന് ആചാരപൂർവ്വം സമർപ്പിക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. ശുദ്ധവൃത്തിയോടുകൂടി കൊയ്തെടുത്തു കൊണ്ടുവന്ന ആ നെൽക്കറ്റുകൾ മേൽശാന്തി ക്ഷേത്രപ്രദക്ഷിണമായിട്ട് വാദ്യമേളത്തിൻ്റെയും കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ പൂജ നടത്തി പൂജിച്ച കതിർക്കറ്റകളാണ് ക്ഷേത്ര ശ്രീകോവിലിൽ നിറച്ചത്. അതുപോലെ തന്നെ പുതിയകാവിലും ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്ന് ഭഗവാന് ഈ പുതിയ നെല്ല് കുത്തിയ അരി കൊണ്ടുള്ള നിവേദ്യം, വിശേഷാൽ നിവേദ്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് പുത്തരി പായസത്തോട് കൂടിയിട്ടുള്ള നിവേദ്യമാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഉത്രാടം നാളിലാണ് അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടക്കുന്നത്. രാവിലത്തെ പൂജയ്ക്ക് ശേഷം ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. കാവിലെ ചടങ്ങുകളും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ഇതോടൊപ്പം ആഘോഷിക്കുകയാണ്. നാളെ തിരുവോണമാണ്. അതിൻ്റെ ഒരു സമൃദ്ധിയുടെ സൂചകമായിട്ട് എല്ലാവരും പ്രസാദമായിട്ട് ഭഗവാന്റെ പൂജിച്ച കതിർക്കറ്റകൾ അവരുടെ ഗൃഹങ്ങളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് സങ്കല്പം. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ മഹാദേവ ഭക്തജനങ്ങൾക്കും സമ്പൽ സമൃദ്ധമായ ഓണാശംസകൾ നേരുകയാണ്. നമഃശിവായ. താപസപൂജിത പാപവിനാശനൻ പാർവതി വല്ലഭൻ വാഴും മീടം ഭൂലോക കൈലാസ ഭൂമിയാം നമ്മുടെ. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ സൈഡിലുള്ള അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഓരോ വർഷവും ധാരാളം ഭക്തജനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇവിടെ എത്തിച്ചേരുകയും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം നൽകി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ ഒരു ക്ഷേത്രമാണ് അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണത്തോടനുബന്ധിച്ച് നടത്തുന്ന നിറപുത്തരി ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. അന്തിനാട് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ഒരേ ദിവസം തന്നെയാണ് നിറപുത്തരി ആഘോഷം നടത്തുന്നത്. ഈ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാട്ടിലും ജീവിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വർഷം മുഴുവൻ സമൃദ്ധമായ ഒരു ഓണവും ഒരു വിഷമരഹിതമായ ഒരു ജീവിതവും ഈ നാടിനും നാട്ടാർക്കും നൽകുക എന്നുള്ളതാണ് നമ്മൾ ഈ നിറപുത്തരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ സമൃദ്ധിയും ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു ദർശനത്തോടു കൂടി നിറപുത്തരി ചടങ്ങിനോടുകൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു ഭക്തജനങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിറവേറ്റുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.